ഹോം സയൻസ്. ഈ ടോപ്പിക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ആദ്യം ഓർമ്മ വരുന്നത്? വീടും വീട്ടിലെ കുറച്ച് ആൾക്കാരും നമ്മുടെ വീടിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ ആയിരിക്കും അല്ലേ? ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള എന്നാൽ അധികം പേർക്കും ക്ലാരിറ്റി ഇല്ലാത്തൊരു ടോപ്പിക്കാണ് ഹോം സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഹോം സയൻസിനെ കുറിച്ചിട്ടാണ്. സോ ദിസ് ഈസ് വർഷ ആൻഡ് വെൽക്കം ടു ക്യാമ്പസ് സെർച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ പേരുടെ ധാരണ എന്ന് പറയുന്നത് ഹോം സയൻസ് എന്ന് പറയുന്നത് ബേസിക്കലി കുക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ മാത്രം പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണെന്നാണ്. പക്ഷേ ബേസിക്കലി ഹോം സയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഹോം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കോൺസെപ്റ്റ് അതെങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ അവിടുത്തെ റിസോഴ്സസ്, ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വാസ്റ്റ് ഏരിയയാണ് ഹോം സയൻസ് എന്ന് പറയുന്നത്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ക്ലോത്തിങ് ആൻഡ് ടെക്സ്റ്റൈൽ, ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ഫാമിലി മാനേജ്മെൻറ്റ്, ഹോം മാനേജ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഹോം റിസോഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ടാക്കിൾ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ലൈഫ് മാനേജ് ചെയ്യാം എന്നതിന് പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന ഒരു 3 ഇയർ കോഴ്സാണ് BSc ഹോം സയൻസ് എന്ന് പറയുന്നത്. ഏതൊരു കോഴ്സിനെയും പോലെ BSc ഹോം സയൻസ് എന്ന് പറയുന്നത് ഒരു 3 വർഷം ഡിഗ്രി കോഴ്സാണ്. സെമസ്റ്റർ വൈസാണ് ഈ പ്രോഗ്രാം കണ്ടക്റ്റഡ് ആയിട്ടുള്ളത്. ആൻഡ് അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐദർ ത്രൂ മെറിറ്റ് ഓർ ത്രൂ എൻട്രൻസ് എക്സാം. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിലാണ് പോകുന്നത്, ആ കോളേജ് ഏത് യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലായിരിക്കും എൻട്രൻസ് എക്സാം ആണോ മെറിറ്റ് ബേസിസിലാണോ എന്ന് അഡ്മിഷൻ പ്രോസസ്സ് വരിക. ആൻഡ് എൻട്രൻസ് എക്സാം ത്രൂ ആണെന്നുണ്ടെങ്കിലും ചില കോളേജസിൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. ചില കോളേജസിൽ എൻട്രൻസ് എക്സാം മാത്രമേ ഉണ്ടാവും, ചില കോളേജസിൽ എൻട്രൻസ് എക്സാമിന് അപ്പുറത്തേക്ക് കുറച്ച് 1-2 ക്രൈറ്റീരിയാസ് കൂടി ഉണ്ടാവും. ആൻഡ് മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് BSc ഹോം സയൻസ് നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സായിട്ടും ഡിപ്ലോമ കോഴ്സായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സായിട്ടും സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ടും ഒക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അഗ്രികൾച്ചറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ന്യൂട്രീഷൻ, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഹോം സയൻസ് വൊക്കേഷണൽ കോഴ്സ്. ഇതിലേതെങ്കിലും 2 കോഴ്സുകളെങ്കിലും നിങ്ങൾ +2 മിനിമം പഠിച്ചിരിക്കണം. ഇതാണ് +2ന് ശേഷം ഡിഗ്രി BSc ഹോം സയൻസ് എടുക്കാനുള്ള ഒരു മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ 50% പാസ്സായിട്ടിരിക്കണം എന്നുള്ളത് മറ്റെല്ലാ കോഴ്സുകളെയും പോലുള്ള ക്രൈറ്റീരിയയാണ്. ചില റിനോൺ കോളേജസിൽ പോകുമ്പോൾ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ മാർക്സ് പോകുന്ന സ്റ്റുഡൻസിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബേസിക് ചിലപ്പോൾ 85 ഒക്കെ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഓൾറെഡി ബേസിക്കലി പറഞ്ഞു ഹോം സയൻസ് എന്ന് പറയുന്നത് ഫാമിലി ഡെവലപ്മെൻറ്റും ചൈൽഡ് ഡെവലപ്മെൻറ്റും ഫുഡ് ആൻഡ് ന്യൂട്രീഷനും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണെന്നുള്ളത്. അപ്പം ഇതിൻ്റെ സിലബസിലും ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ഉണ്ടാവുക. അതായത് ഫാമിലി ആൻഡ് ന്യൂട്രീഷൻ, ഹോം റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഫുഡ് മാനേജ്മെൻറ്റ്, ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ്, അങ്ങനെ ഫുഡ് മാനേജ്മെൻറ്റ് ഒരു ഹോമിന് എന്തൊക്കെ റിസോഴ്സസ് വേണം, ആ റിസോഴ്സസ് പഠിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് വേണം, അപ്പോൾ ആ സ്കിൽസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും നിങ്ങളുടെ സിലബസിൽ. അപ്പോൾ ഏരിയ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നതും ഇതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഓഫ് കോഴ്സ് അല്ലേ. അതായത് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ചൈൽഡ് ഡെവലപ്മെൻറ്റ്, നാച്ചുറൽ ഡെവലപ്മെൻറ്റ്, ന്യൂട്രീഷൻ ഡെവലപ്മെൻറ്റ് എന്നീ ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ആൻഡ് ഇങ്ങനെയുള്ള ഫീൽഡുകളിൽ നിങ്ങൾക്ക് ധാരാളം എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ന്യൂട്രീഷണലിസ്റ്റ്, ഡയറ്റീഷ്യൻസ്, ഫാമിലി കൗൺസിലേഴ്സ്, സോഷ്യൽ വർക്കേഴ്സ്, ഹോം മേക്കേഴ്സ്, ഇവൻറ്റ് മാനേജേഴ്സ്, ഹോസ്പിറ്റാലിറ്റി മാനേജേഴ്സ് എന്നിവയാണ് ചില ഡെസിഗ്നേഷൻസ് എന്ന് പറയുന്നത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കോഴ്സിന് അവൈലബിൾ ആണ്. കാരണം ഈ കോഴ്സ് ഒരുപാട് ഇൻ്റർഡിസിപ്ലിനറി കോഴ്സാണ് ഹോം സയൻസ് എന്ന് പറയുന്നത്. കാരണം ഒന്നിൽ കൂടുതൽ ടോപ്പിക് ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇവൻ ഞാനിപ്പോൾ പറഞ്ഞതിൽ തന്നെ ഫുഡ് ന്യൂട്രീഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഹോം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അതിനും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം എൻറ്റയർലി കുറേ കാര്യങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ കോഴ്സിന് അവൈലബിൾ ആണ്. ഹയർ സ്റ്റഡീസ് ആണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചില ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ ഹോം സയൻസ്, ഫാഷൻ ഡിസൈനിങ്, മാസ്റ്റേഴ്സ് ഇൻ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തുടങ്ങിയവയൊക്കെയാണ്. ആൻഡ് എഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർഡിസിപ്ലിനറി കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് ഫീൽഡിലേക്കും ഒരുപാട് ഏരിയസിലേക്കും പോകാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. കൂടുതൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, this is Varsha saying bye. Toodles.